പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്നും തുടരുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്ര ബജറ്റിലും ഇന്ന് ചർച്ച ആരംഭിക്കും. ഇന്നും നാളെയുമായി 2 ദിവസമാണ് ചർച്ച. പ്രധാനമായും ബജറ്റിലെ അവഗണന ഇന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത ഏറെയാണ്. ഒപ്പം തന്നെ വഖഫ് ഭേദഗതി ബില്ല് അതിലെ JPC റിപ്പോർട്ട് ഇന്ന് ലോക്സഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും. സിബിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി. സിബി, ഇന്ന് പാർലമെന്റ് ചേരുമ്പോൾ ബജറ്റ് വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? ബീഹാറിനും ആന്ധ്രാപ്രദേശിനും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും അപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായി ഇന്നത്തെ പ്രതിഷേധം മാറുമോ? മനു, എന്തായാലും പാർലമെന്റ് ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് തുടർന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ മേലുള്ള ചർച്ചകളാണ് പ്രധാനമായി നടക്കുക. ഇതിൽ എന്തായാലും എല്ലാവർക്കും ഈ പ്രതിഷേധമടക്കമെല്ലാം നിലയിൽ സംസാരിക്കാനുള്ള സമയമുണ്ട്. 2 ദിവസം, ഇന്നും നാളെയുമായി 2 ദിവസമാണ് ഈ ചർച്ച വെച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ആണ് ഇതിൽ മറുപടി നൽകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പാർലമെന്റ് കൂടുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ബജറ്റ് സമ്മേളനം അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം പോലും കുംഭമേള അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആദ്യം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം വകവയ്ക്കാതെയാണ് ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത്. കൂടാതെ ഈ ബജറ്റ് സമയത്തെല്ലാം തന്നെയും ബീഹാറിന് ഓരോ സമയവും പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ കണ്ടു. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു സമ്മേളനം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് ചർച്ചയുമായി സഹകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ചർച്ചയ്ക്ക് ഓരോ പാർട്ടികൾക്കെല്ലാം തന്നെ കൃത്യമായി സമയവും വീതിച്ച് നൽകിയിട്ടുമുണ്ട്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും. ഇന്നും നാളെയുമാണ് ചർച്ച. അതോടൊപ്പം തന്നെയാണ് JPCയുടെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിച്ച JPCയുടെ റിപ്പോർട്ട് ഇന്നിപ്പോൾ ലോക്സഭയിൽ വെക്കും. കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ജഗദീപ് പാൽ, അദ്ദേഹമാണ് JPC ചെയർമാൻ, അദ്ദേഹം ആ ഒരു 665 പേജുള്ള റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിന്മേലും സ്വാഭാവികമായും അതും ഒരു ചെറിയ പ്രതിഷേധത്തിന് കാരണമാകും. കാരണം ഈ റിപ്പോർട്ട് തന്നെ ഏകപക്ഷീയമായി, അതായത് ആ JPCയിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പോടെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രതിപക്ഷ അംഗങ്ങളെ കേൾക്കാൻ JPC ചെയർമാൻ അടക്കം തയ്യാറായില്ലെന്ന ആരോപണവും ശക്തമാണ്. പലതവണയും ഈ ഒരു യോഗം ചേർന്നപ്പോഴെല്ലാം തന്നെയും വലിയ പ്രതിഷേധവും ഉന്തും തള്ളും വരെ ഉണ്ടാകുന്ന കയ്യാങ്കളിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒടുവിൽ ഈ പ്രതിപക്ഷം അംഗങ്ങൾ തന്നെ ഈ ഒരു വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഏകദേശം 44ഓളം ഭേദഗതികൾ എഴുതി നൽകിയെങ്കിലും അതെല്ലാം തന്നെ വോട്ടിനിട്ട് തള്ളിക്കൊണ്ട് ഭൂരിപക്ഷ വോട്ടോടെ ഈ BJP മുന്നോട്ട് വെച്ച ആ ഭേദഗതി 14ഓളം ഭേദഗതി മാത്രം വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു JPC റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു ജനാധിപത്യപരമല്ല എന്നുള്ളൊരു വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ ലോക്സഭാ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെയും പാർലമെന്റിൽ വലിയ ചർച്ചാ വിഷയമാകുകയും അത് കുംഭമേളയിലെ പിടിപ്പുകേട്, ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, ഇതൊക്കെ ഇന്ന് പാർലമെന്റിന് മുൻപിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നില്ലേ? ഒപ്പം തന്നെ മറുവശത്ത് ഭരണപക്ഷത്തിന്റെ നീക്കം എന്തായിരിക്കും? രാഷ്ട്രപതിയെ അവഹേളിച്ചു സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന പ്രതിരോധത്തിൽ ഊന്നാനായിരിക്കുമോ അവരുടെ ശ്രമം? ഇതിൽ ഭരണപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ അതിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമുയെ സോണിയാഗാന്ധി അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെയും അത് വലിയ പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. രാഷ്ട്രപതി ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ആ പാവസ്ത്രീ തളർന്നുപോയിരുന്നു എന്നുള്ളതായിരുന്നു സോണിയാഗാന്ധിയുടെ ഒരു പ്രതികരണം. ഈ പ്രതികരണം വലിയ രീതിയിൽ വിവാദമാകുകയും അതിൽ രാഷ്ട്രപതി ഭവൻ തന്നെ അസാധാരണമായി ഇതിനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ദൗർഭാഗ്യകരമാണെന്ന രീതിയിൽ രാഷ്ട്രപതി ഭവൻ തന്നെ ഒരു കുറിപ്പിറക്കി. അത് മാത്രമല്ല, അവിടെ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഈ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും അടക്കമെല്ലാം തന്നെ നേതാക്കളെല്ലാം തന്നെയും രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. സ്വാഭാവികമായും അതും ഈ ഒരു ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഭരണപക്ഷം അതിനെ മറികടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കുംഭമേള അടക്കമെല്ലാം തന്നെയും വലിയ രീതിയിൽ ഈ കുംഭമേളയിലെ മരണസംഖ്യ എത്രയാണെന്ന് ഇപ്പോഴും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. 30 എന്ന ഒരു മരണസംഖ്യ എന്ന നിലയ്ക്ക് മാത്രമായി
ചുരുക്കി കേന്ദ്ര സർക്കാർ അത് UP സർക്കാർ അത് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് മഹാകുംഭമേളയിലെ മൂന്നാമത്തെയും അവസാനത്തെയും അമൃത സ്നാനമാണ് ഇന്ന്. പിഴവില്ലാതെ എല്ലാ ക്രമീകരണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അധികൃതർക്ക് കർശനമായ സുരക്ഷ നൽകിയിട്ടുണ്ട്. ഇതുപോലൊരു അമൃത സ്നാനത്തിന്റെ ദിവസമല്ലേ അത്രയധികം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? തീർച്ചയായും സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ വലിയ ഇത്തരത്തിലുള്ളൊരു വലിയ അപകടത്തിന് കാരണം. മാത്രമല്ല അവിടെ എത്തുന്ന VIP-കൾക്ക് വലിയ സുരക്ഷ നൽകാൻ വേണ്ടി ഭരണകൂടം അവരെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാരായ വിശ്വാസികളെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് വലിയ അപകടത്തിന് കാരണമാകുന്നത്. അല്ലാതെയും പ്രതിപക്ഷം അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെയും ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്വേഷണം എത്രത്തോളം പ്രഹസനമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം മുൻപ് ഭോലെ ബാബയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കിയാലും അതിന് ഈ അടുത്തിടെയാണ് ലഡു മഹോത്സവത്തിൽ 7 പേർ മരിച്ചത്. അന്ന് മുള കൊണ്ടുണ്ടാക്കിയ പ്ലാറ്റ്ഫോം തകർന്നാണ് ഈ ലഡു മഹോത്സവത്തിൽ 7 പേർ ഈ UP-യിൽ തന്നെ മരിച്ചത്. സാധാരണ UP-യിൽ എന്തെങ്കിലും മതപരമായ ആഘോഷങ്ങൾക്കിടയിൽ ഈ മരണം പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനൊക്കെ നിയോഗിച്ചാലും അതൊക്കെ എത്രത്തോളം ഒരു അന്വേഷണമായി മുന്നോട്ട് പോകും എന്നല്ല തന്നെയും മുൻകാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇത് തീർച്ചയായും അവിടെയൊന്നും ഇതൊരു വിഷയമേ അല്ല സിബി എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇതൊന്നും UP പോലൊരു സംസ്ഥാനത്ത് അവരുടെ മന്ത്രിയുടെ പ്രതികരണം തന്നെ നമ്മൾ ആദ്യം കണ്ടതാണല്ലോ. ഇതുപോലെ വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ സ്വാഭാവികമല്ലേ എന്ന് വളരെ ലാഘവത്തോടെ ചോദിക്കുന്ന ഉത്തർപ്രദേശിലെ ഒരു മന്ത്രിയെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും UP-യിൽ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന് മുൻപിൽ ഇതൊരു പ്രതിസന്ധിയോ അല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒരുപക്ഷെ ആ കുംഭമേളയിൽ പങ്കെടുത്ത് ജീവൻ വെടിയാൻ കഴിഞ്ഞത് മോക്ഷമാർഗമാണ് എന്ന് കരുതുന്ന മനുഷ്യർ വരെ ആ നാട്ടിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദേശീയ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവിടെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ സൃഷ്ടിക്കുന്നില്ല എന്നതാണ് വസ്തുത. നമുക്ക് നോക്കാം സിബി എന്താണ് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് വരുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു മറുപടി എന്തായിരിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് 11 മണിക്ക് പാർലമെന്റ് ചേരുമ്പോൾ സ്വാഭാവികമായും അത് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിബിയാണ് നമുക്ക് ആ വിവരങ്ങൾ നൽകിയത്.